അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അത് വായിച്ചാൽ മതി. 25-ാം സങ്കീർത്തനം, സാംസ് 25. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ട് പണ്ടേയുള്ളവയല്ലയോ. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയ നിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ച് കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവേ, എന്റെ അകൃത്യം വലിയത്. നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവനെ കാണിച്ച് കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. എൻ്റെ കണ്ണെപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു. അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ ശത്രുക്കളെ നോക്കണമേ. അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിന ദേശത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ. നിന്നെ ശരണമാക്കിയിരിക്കിയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിഷ്കളങ്കതയും നീരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്കൽ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നാം സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ, യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ച് പോകരുതേ. ഇന്ന് സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയാം. കർത്താവിന്റെ മുഖത്തേക്ക് നാം ഒരുമിച്ച് നോക്കുമ്പോൾ ലജ്ജിപ്പിക്കാത്തവനായ ദൈവം അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന് ഉറപ്പുള്ള ദൈവജനം ഒരുമിച്ച് അല്പസമയം കൂടെ കരങ്ങൾ ഉയർത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങയുടെ പാദപീഠത്തിൽ അടുത്തു വരുന്നു. കർത്താവേ, ഞങ്ങൾ വായിച്ച സങ്കീർത്തന ഭാഗം അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി കർത്താവെ, അതിൽ നിന്ന് അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ ആലോചനകളെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തരണമേ. ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഇരുത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുനാമ മഹത്വത്തിനാക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ സന്ധ്യയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്തൃപാദപീഠത്തിങ്കൽ വിശുദ്ധ ആരാധനയായി അടുത്തു വരുവാൻ ദൈവമാകുന്ന കർത്താവ് സഹായിച്ച കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളിൽ മാത്രമല്ല, ഇതുവരെയും ദൈവം നമ്മെ ഓരോരുത്തരെയും അത്ഭുതകരമായി സൂക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. വിശേഷാൽ ഈ പുതിയ വർഷത്തിന്റെ 2ാമത്തെ മാസത്തിലും പ്രവേശിപ്പാനും അതിലാദ്യത്തെ സഭായോഗമായി ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടുവാനും ദൈവമാകുന്ന കർത്താവ് നമ്മെ സഹായിച്ച കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ മഹാമാരിയുടെ സമയത്തും ഇതുവരെയും ദൈവം നമ്മെ ഓരോരുത്തരെയും അത്ഭുതകരമായി സൂക്ഷിച്ച ദൈവത്തിന്റെ വിശ്വസ്തതകൾ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരിക്കലൂടെ സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി നന്ദിയോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 25-ാം സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമായ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ്. പലപ്പോഴും നാം അത് വായിക്കുകയും അതിലെ ചില വാക്യങ്ങൾ നമുക്ക് വളരെ പ്രചോദനം തരികയും ഒക്കെ ചെയ്യുന്നതായ ഒരു സങ്കീർത്തനം കൂടെയാണ് ഇത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ദാവീദിനാൽ രചിക്കപ്പെട്ട
ഈ സങ്കീർത്തനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫ് ഈസ് എ ഡിഫിക്കൽട്ട് ജേർണി. ജീവിതം എന്ന് പറയുന്നത് ഒരു ദുഷ്കരമായ യാത്രയാണെന്ന് ആ സങ്കീർത്തനത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിനപ്പുറത്തായിട്ട് നമുക്ക് തനിയെ ആ ദുഷ്കരമായ യാത്ര ഓടിത്തീർക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതും സങ്കീർത്തനക്കാരനായ ദാവീദ് വളരെ വ്യക്തതയോടുകൂടെ ആ ഭാഗത്ത് ഓർപ്പിക്കുകയാണ്. ചിന്തകനായ ഒരു മനുഷ്യൻ ഒരിക്കൽ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. Once we truly know that life is difficult, once we truly understand and accept it, then life is no longer difficult. നമ്മുടെ ജീവിതത്തിൽ ജീവിതയാത്ര പലപ്പോഴും കാഠിന്യമേറിയതാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിയാൽ, ജീവിതയാത്ര പലപ്പോഴും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ പലവിധമായ ക്ലേശങ്ങൾ നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയാൽ പലപ്പോഴും അതിനെ നമുക്ക് ധൈര്യപൂർവം നേരിടാനായിട്ട് കഴിയും. അതിലുപരിയായി നമ്മെ സ്നേഹിച്ച, നമ്മെ വിടുവിച്ച ദൈവത്തിന്റെ കൃപയാൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ടും കഴിയുമെന്ന് ഒരു ചിന്തകനായ മനുഷ്യൻ ഒരിക്കൽ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ ദാവീദ് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിപ്പാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1-2 വാക്യങ്ങൾ. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു, എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ച ആ വാക്കുകൾ ദാവീദ് തന്റെ പ്രതികൂലത്തിന്റെ അനുഭവങ്ങളിൽ ദൈവത്തോട് പറയുന്ന വാക്കാണ്. ശ്രദ്ധിച്ചു നോക്കിയേ 1-ാം വാക്യം. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. യഹോവേ, നിങ്കലേക്ക് ഞാന് മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. 1, ഞാൻ മനസ്സുയർത്തുന്നു. 2, നിന്നിൽ ഞാന് ആശ്രയിക്കുന്നു. പിന്നെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നോക്കിയേ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. അങ്ങനെ മനസ്സുയർത്തുന്ന ഒരു വ്യക്തിയോട്, ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ട് അവിടെ പറയുകയാണ്, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകില്ല. അപ്പോൾ 7 വരെയുള്ള വാക്യങ്ങൾ ക്രോഡീകരിച്ച് ഞാൻ അങ്ങ് പറയുക, സമയമില്ലാത്തത് കൊണ്ട്. അവിടെ ദാവീദ് വളരെ വ്യക്തതയോടെ പറയുന്നത്, the help we need comes from God. നമുക്ക് ആവശ്യമുള്ള സഹായം മറ്റാരിൽ നിന്നും ലഭിക്കത്തില്ല. ഞാനും നിങ്ങളും സേവിക്കുന്ന, ഞാനും നിങ്ങളും ആരാധിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിൽ നിന്ന് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. ഇന്ന് സന്ധ്യയിൽ വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? സഹായത്തിനായി പലയിടങ്ങളിൽ നോക്കിയാലും പലപ്പോഴും സഹായം നമുക്ക് ലഭിക്കില്ല. പലപ്പോഴും നിരാശ മാത്രമാകാം ബാക്കി. എന്നാൽ വളരെ വ്യക്തതയോടുകൂടെ ജീവിതത്തിന്റെ ഏറ്റവും ക്ലേശകരമായ അനുഭവങ്ങളിലൂടെ, ഏറ്റവും വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ദാവീദ് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമല്ലേ? നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ഇന്ന് രാത്രി മനസ്സുയർത്തുവാൻ താല്പര്യപ്പെടുന്ന ഒരു ദൈവ പൈതലിനോട്, ഇന്ന് രാത്രി കർത്താവിൽ ആശ്രയിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു ദൈവ പൈതലിനോട് പ്രാരംഭത്തിൽ തന്നെ ദൈവവചനത്തിലൂടെയും ദൈവാത്മാവിലും ദൂതായി തന്നെ ഞാൻ വിളിച്ചു പറയുന്നു, ആ കർത്താവിനെ നീ നോക്കുന്നെങ്കിൽ, അവനെ നീ ആശ്രയിക്കുന്നെങ്കിൽ, നിന്റെ മനസ്സ് അവങ്കിലേക്ക് ഉയർത്തുന്നെങ്കിൽ, ഇന്ന് രാത്രിയും കർത്താവ് പറയുന്നു, നീ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് രാത്രി എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ എൻ്റെ ദൈവത്തിങ്കൽ നോക്കിയത് നിമിത്തം, അവന്റെ മുഖത്ത് ആശ്രയിച്ചത് നിമിത്തം, തിരുവചനത്തിൽ നമ്മൾ കണ്ടതുപോലെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ ദൈവത്തിങ്കലേക്ക് നമ്മുടെ മനസ്സുയർത്തുമ്പോൾ, നാം നമ്മുടെ ദൈവത്തിങ്കലേക്ക് നമ്മുടെ ശ്രദ്ധ ഉയർത്തുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളെ നമ്മളൊന്ന് വീക്ഷിച്ചാൽ മറ്റു പലതിലേക്കും ശ്രദ്ധ ഉയർത്തുകയും മറ്റു പലതിലും ആശ്രയവും വയ്ക്കുകയും ചെയ്യുന്ന വലിയൊരു കൂട്ടത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ജീവിതത്തിന്റെ ഏത് പരിതസ്ഥിതിയിലും ദൈവത്തെ മാത്രം നോക്കുന്ന ഒരു ദാവീദിനെ ഇന്ന് രാത്രി നമ്മൾ ഒരിക്കലൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. Let us turn to 1 Samuel chapter 30 verse 6. ശമൂവേലിന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായം 6-ാം വാക്യം. ദാവീദ് വലിയ കഷ്ടത്തിലായി. അപ്പൊ അവിടെ നോക്കിയേ, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ദാവീദ് വലിയ കഷ്ടത്തിലായി. അടുത്തത്,
ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അപ്പൊ ദാവീദ് വലിയ കഷ്ടത്തിലായി എന്ന് മാത്രമല്ല, അവിടെ ജനം ദാവീദിനെ കല്ലെറിയണമെന്ന് വരെയുള്ള തീരുമാനത്തിലെത്തി. പക്ഷേ ആ വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ ദാവീദിന്റെ തീരുമാനമാണ് നമ്മൾ അവസാന വാചകത്തിൽ വായിച്ചത്. എന്താ വായിച്ചത്? ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇന്ന് രാത്രി അത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു പക്ഷേ ഇതേ അനുഭവം അല്ലെങ്കിലും മറ്റു പല തരത്തിലുള്ള വേദനകളോ ഭാരങ്ങളോ ദുഃഖങ്ങളോ ഹൃദയത്തിൽ നിറയുന്നുണ്ടെങ്കിൽ, മനസ്സിൽ വിങ്ങുന്നുണ്ടെങ്കിൽ, എങ്ങനെ ഇതിനെ മറികടക്കുമെന്നുള്ള ചിന്ത ആരോടും പറയാൻ കഴിയാത്ത ചില അനുഭവങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ഈ വചനം നീ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ദൈവവചനത്തിലൂടെ ഞാൻ പറയട്ടെ, ദാവീദ് ദൈവത്തിൽ ശരണപ്പെട്ടതുപോലെ, ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെട്ടതുപോലെ, അവങ്കിലേക്ക് നോക്കിയ അവനെ കാത്തിരുന്ന് ഒരുത്തന് ലജ്ജിച്ചു പോയില്ലെന്നുള്ളത് തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ അവൻ വിളിച്ചു പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എത്ര പേര് ലജ്ജിപ്പിക്കാൻ നോക്കിയ സ്ഥാനത്ത് ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചു നോക്കിയേ. എത്ര വട്ടം എത്ര പേരെ ലജ്ജിപ്പിക്കുവാൻ നോക്കിയ സ്ഥാനത്ത്, കണ്ടിട്ടും കാണാതെ കടന്നുപോയ സ്ഥാനത്ത്, ഇനിയൊരു വഴി ഉണ്ടാകില്ലെന്നിടത്ത് പറഞ്ഞ സ്ഥാനത്ത്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി വന്ന ആ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഒരിക്കലൂടെ വെളിപ്പെടുവാൻ ദൈവജനം ആഗ്രഹിക്കുന്നു എങ്കിൽ, ഈ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ കരങ്ങൾ അടിച്ച് അധരങ്ങളെ തുറന്ന് ഒന്ന് രണ്ട് നിമിഷങ്ങൾ നന്ദിയോടെ നമ്മെ വിടുവിച്ച, നമ്മെ സ്നേഹിച്ച, ഇത്രത്തോളം കൊണ്ടുവന്ന, നമ്മെ പൊക്കിയെടുത്ത ദൈവത്തെ അല്പസമയം ഒരുമിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ജയമെടുക്കുക. അപ്പോൾ നോക്കിക്കേ, ആ പ്രതികൂലത്തിന്റെ തീച്ചൂളയുടെ നടുവിലാണ് ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെട്ടത്. തന്റെ ഉറപ്പ് നമ്മൾ കണ്ടല്ലോ. അവനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ലെന്ന് അവന് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെയെങ്കിൽ നോക്കിയേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കുകളൂടെ നമുക്ക് നോക്കാം. Let us turn to Gospel according to Saint John chapter 15 verse 7 and 8. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ വാക്ക് ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്നിലും. അവിടെ കണ്ടീഷൻ ഉണ്ട്, ക്ലോസ്. എന്താ കണ്ടീഷൻ? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അടുത്തത്, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ രണ്ട് കാര്യം നടക്കണം. ഒന്നെന്താ നടക്കേണ്ടത്? നമ്മൾ ദൈവത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പിന്നെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ പരസ്പര പൂരകങ്ങളായി നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്ത് സംഭവിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇന്ന് രാത്രി ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ഭക്തനുണ്ടായിരിക്കേണ്ട ഉറപ്പെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ, അവനെ ഞാൻ കാത്തിരിക്കുമ്പോൾ, എന്നെ ലജ്ജിപ്പിക്കാത്ത ദൈവം അവന്റെ വചനം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതെന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഒരു ഭക്തന്റെ ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ആ വചനം എന്നെ പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കും. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഹൃദയസ്ഥമാക്കി തന്ന ദൈവത്തിന്റെ വചനം എത്ര വട്ടം പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ എന്നെയും നിങ്ങളെയും സഹായിച്ചതാണ്. ഇന്ന് രാത്രി ഒരിക്കലൂടെ ഒന്ന് ചിന്തിച്ചേ, ആ ദൈവ
ദൈവവചനത്തിലെ ശക്തി എന്ന് പറയുന്നത് അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ വചനത്തിൽ നീ അടിയുറച്ച് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയും ഭവനത്തിന്റെയും വ്യക്തികളുടെയും ജീവിതത്തിൽ ചില വിടുതലുകൾ സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വീണ്ടും എന്താ അതിന്റെ 8-ാം വാക്യം പറയുന്നത്? നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങളുടെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ച് ഞാനും നിങ്ങളും ദൈവത്തിൽ വിശ്വസിച്ച് വളരെ ഫലം കായ്ക്കുന്നതിനാൽ ദൈവം എന്നെയും നിങ്ങളെയും നോക്കി സന്തോഷിക്കുക. ഇന്ന് രാത്രി വളരെ കൃത്യതയോടെ മനസ്സിലാക്കൂ, ഈ പുതുവർഷത്തിന്റെ 2-ാം മാസത്തിലും പ്രവേശിപ്പാൻ ദൈവം എനിക്കും നിങ്ങൾക്കും അവസരം നൽകിയെങ്കിൽ, അനേകർ മൺമറഞ്ഞ സ്ഥാനത്ത്, കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പാൻ കഴിയാത്ത സ്ഥാനത്ത് ആയുസ് ദൈവം നൽകിയെങ്കിൽ, ആരോഗ്യം ദൈവം നൽകിയെങ്കിൽ, ഇന്ന് രാത്രി ആരാധനയ്ക്ക് ഒരുമിച്ചിരിപ്പാൻ ദൈവം അവസരം ഒരുക്കിയെങ്കിൽ, സ്വർഗം ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അഗ്നിമയമായ കണ്ണുകൾ കൊണ്ട് എന്നെയും നിങ്ങളെയും ദർശിക്കുമ്പോൾ, ഇന്ന് രാത്രി ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കുന്നു, നാം എവിടെയായിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരപ്പെടുന്നുണ്ടോ എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രാരംഭമായി ഈ രാത്രി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, the help we need comes from God. ഏത് സാഹചര്യത്തിലാകട്ടെ, ഏത് പ്രതികൂലത്തിലാകട്ടെ, ഏതവസ്ഥയാകട്ടെ, എനിക്കും നിങ്ങൾക്കും ആവശ്യമായ സഹായം ഈ ലോകത്തിലെ ആരിൽ നിന്നുമല്ല ലഭിക്കുന്നത്, സർവശക്തനായ ദൈവത്തിൽ നിന്നാണ് അത് ലഭിക്കുന്നതെന്ന് ഇന്ന് രാത്രി ഒരിക്കലൂടെ തിരിച്ചറിയുക. വീണ്ടും അതിന്റെ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 8 മുതലുള്ള വാക്യങ്ങൾ അവിടെ വായിപ്പാൻ നമുക്ക് സമയമില്ലല്ലോ. 8 മുതൽ താഴോട്ട് 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ക്രോഡീകരിച്ച് പഠിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് ആവശ്യമുള്ള സഹായം നൽകി തരുന്ന ദൈവം, ആ ദൈവത്തെ കുറിച്ച് വീണ്ടും പറയുക, അവർ ഗോഡ് ക്യാൻ ബി ട്രസ്റ്റഡ്. ഞാനും നിങ്ങളും സേവിക്കുന്ന നമ്മുടെ ദൈവം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവമാണ്. ഇന്ന് രാത്രി അതുകൊണ്ട് ഒരിക്കലൂടെ തിരിച്ചറിയുക, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ ഉയർത്തുന്ന, നാം സേവിക്കുന്ന നമ്മുടെ ദൈവം വിശ്വസിപ്പാൻ കൊള്ളാവുന്ന ദൈവമാണ്. കാരണം എന്താ? തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, അവൻ വാക്കു പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. ഇന്ന് രാത്രി വാക്കു പറഞ്ഞാൽ മാറാത്ത ആ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ഒരു വാക്യം മാത്രം വായിക്കാം. സാം 16:11, 16-ാം സങ്കീർത്തനം 11-ാം വാക്യം ഒന്ന് നോക്കിയേ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തെ എന്നും പ്രമോദങ്ങളുമുണ്ട്. ആ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്കുകൾ എന്താ? ജീവന്റെ വഴി, ദൈവത്തെ കുറിച്ച് പറയുക. ജീവന്റെ വഴി, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. നമ്മൾ മറക്കരുത്, എന്താ ചിന്തിക്കുന്നത്? അവർ ഗോഡ് ക്യാൻ ബി ട്രസ്റ്റഡ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന, എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത ആ ദൈവത്തെ കുറിച്ച് പറയുകയാണ്. അവൻ എന്തു ചെയ്യും? ജീവന്റെ വഴി നമുക്ക് എന്ത് ചെയ്യും? കാണിച്ചു തരും. അടുത്തത്, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവന്റെ വഴി എനിക്കും നിങ്ങൾക്കും കാണിച്ചു തന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. അടുത്തത്, നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. വലതുഭാഗത്ത് എന്നും എന്തുണ്ട്? പ്രമോദങ്ങളുമുണ്ട്. അപ്പൊ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുക. ഒന്ന്, ജീവന്റെ വഴി അവൻ കാണിച്ചു തന്നു. 2, ദൈവസന്നിധിയിൽ എപ്പോഴും സന്തോഷിക്കുകയും ആ ഒരുപോലെ ദൈവസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര ഉപകാരങ്ങൾ ചെറുതും വലുതുമായി ദൈവം നമുക്ക് ചെയ്തു തന്നു. ജീവന്റെ വഴി അവൻ നമുക്ക് കാണിച്ചു തന്നത് നിമിത്തമല്ലേ, ആ ദൈവത്തെ വിശ്വസിപ്പാൻ കഴിഞ്ഞത് നിമിത്തമല്ലേ ഈ അനുഗ്രഹങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയത്. നമ്മേക്കാൾ ശ്രേഷ്ഠരില്ലാഞ്ഞിട്ടല്ലോ, നമ്മേക്കാൾ പദവികളുള്ളവരില്ലാഞ്ഞിട്ടല്ലോ, നമ്മേക്കാൾ ഉന്നതമായ പലതും ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഏഴകളാകുന്ന എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ഈ സന്തോഷ പരിപൂർണത അനുഭവിപ്പാൻ ജീവന്റെ വഴി കാണിച്ചു തന്ന്
അവൻ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തെങ്കിൽ ഈ പൂപ്പരപ്പിൽ ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ഒരവസരം കൂടെ ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ള ചിന്തയോടെ ഇന്ന് രാത്രി എത്ര പേര് സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരും. ആ ബോധ്യമുള്ള പ്രിയപ്പെട്ടവര്, നമ്മുടെ ആയുസ് എത്രയെന്ന് നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രിയും അവന്റെ സന്തോഷ പൂർണ്ണത അനുഭവിപ്പാ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവസരം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് ഉറപ്പുള്ളവരെ അല്പസമയം കൂടെ അധരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മുടെ സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു. രണ്ട്, നമ്മൾ കണ്ടു, ആ ദൈവത്തെ നമുക്ക് വിശ്വസിപ്പാനായിട്ട് കഴിയും. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും. സമയം പോകുന്നുണ്ട്, വളരെ വേഗത്തിൽ മുന്നോട്ട് വന്ന് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതിന്റെ മൂന്നാമത്തെ ഭാഗത്ത് ദാവീദ് പറയുന്നത്, അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 15-ാം വാക്യവും 16-ാം വാക്യവും നമുക്കൊന്ന് വായിക്കാം. എന്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എങ്കിലേക്ക് തിരിഞ്ഞെന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. മതി. അപ്പൊ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ ഭാഗം മറക്കരുത്. The help we need comes from God. നമുക്ക് ആവശ്യമുള്ള സഹായം നമ്മുടെ ദൈവത്തിൽ നിന്ന് വരുന്നു. രണ്ടാമത്തേത്, നമ്മെ സഹായിക്കുന്ന ആ വിടുവിക്കുന്ന ദൈവം, ജീവന്റെ വഴി എനിക്ക് നിങ്ങൾക്കും കാണിച്ചു തന്ന ദൈവം, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവമാണ്. മൂന്നാമത്തെ കാര്യം ദാവീദ് വളരെ വ്യക്തതയോടുകൂടെ പറയുകയാണ്, this trust in God brings us victory. നമ്മൾ വിശ്വസിക്കുന്ന ഈ ദൈവം നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം, ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം, ഞാൻ ഉയർത്തുന്ന എന്റെ ദൈവം ശത്രുവിന്റെ മുൻപാകെ എനിക്ക് മേശയൊരുക്കുകയും എന്നെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന, നിന്ദിക്കുന്നവരുടെ മുൻപാകെ എന്നെ മാനിക്കുന്ന ഒരു ദൈവമാണെന്ന് ഉറപ്പുള്ളവരെ അല്പസമയം കൂടെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് ശ്രദ്ധിച്ചേ, ആ ദൈവം വിശ്വസിപ്പാൻ കൊള്ളാവുന്ന, നമ്മെ തക്ക സമയത്ത് സഹായിക്കുന്ന ആ ദൈവം നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ, എങ്ങനെയെല്ലാമാണ് നമ്മെ സഹായിക്കുന്നത്, എങ്ങനെയെല്ലാമാണ് നമ്മെ വിടുവിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നതെന്നാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ 15-ാം വാക്യം നമുക്കൊന്നുകൂടെ നോക്കാം. എന്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ഒന്നാമത്, വിജയത്തിലേക്ക് ഒരു ദൈവ പൈതലിനെ, ജീവന്റെ വഴിയിൽ കടത്തിവിട്ട ഒരു ദൈവ പൈതലിനെ ദൈവം വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഒന്ന്, ഡേഞ്ചറിൽ നിന്ന് അവൻ വിടുവിക്കുന്നു. ആ 15-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് അങ്ങനെയല്ലേ നമ്മൾ വായിച്ചു? ഒന്നുകൂടെ നോക്കി. അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. അവൻ എന്റെ കാലുകളെ എവിടെ നിന്നാണ് വിടുവിക്കുന്നത്? വലയിൽ നിന്ന് വിടുവിക്കുന്നു. വല എന്തിനെ കാണിക്കുന്നതാ? വല എന്ന് പറയുന്ന അപകടത്തെ കാണിക്കുന്നതാ. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അവൻ എന്റെ കാലുകളെ എവിടെ നിന്ന് വിടുവിക്കുന്നു? വലയിൽ നിന്ന് വിടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത്, എന്റെ ദൈവം എന്നെ അപകടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ജീവന്റെ വഴിയിലേക്ക് എന്നെയും നിങ്ങളെയും കടത്തി വിട്ടിരിക്കുന്നത് മനസ്സിലാക്കി, ഏത് തരത്തിലും നമ്മുടെ വഴിമുടക്കി, നമ്മെ അപകടത്തിൽ പെടുത്തി, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പിശാചിനെ പരാജയപ്പെടുത്തുവാൻ ആ വലിയ ദൈവകൃപ എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ഒന്ന്, ദൈവം നമ്മെ അപകടങ്ങളിൽ നിന്ന്, ഡേഞ്ചറിൽ നിന്ന് വിടുവിക്കുന്നു. വീണ്ടും നോക്കിയേ, എന്റെ അടുത്ത പദം എന്താ വായിക്കുന്നതെന്ന്. എങ്കിലേക്ക് തിരിഞ്ഞെന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. അപ്പൊ ഒന്ന്, അപകടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. അടുത്തതായി വിജയം നൽകുന്ന മേഖലയാ പറഞ്ഞിരിക്കുന്നത്, ഫ്രം ലോൺലിനെസ്, ഏകാന്തതയിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കുന്നു. അപ്പൊ നോക്കിയേ, അപകടങ്ങളിൽ നിന്ന് മാത്രമല്ല, ഏകാന്തതയിൽ നിന്നുകൂടെ നമ്മെ വിടുവിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തു തനിയെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ട് അവരോട് മനസ്സലിഞ്ഞ യേശുവിന്റെ ഭാവം, ഏകാകികളായിരിക്കുന്ന, ഏകാന്തത അനുഭവിക്കുന്നവരോട് മനസ്സലിഞ്ഞ യേശുവിന്റെ ഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയും ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, പുറമേ നോക്കുമ്പോൾ
എല്ലാം ഉണ്ടെന്ന് തോന്നിയാലും ചില സന്ദർഭങ്ങളിലെങ്കിലും ഏകാന്തത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് തക്ക സമയത്ത് സഹായം അവൻ അയക്കുവാൻ ശക്തനാണെങ്കിൽ, അവൻ നിനക്ക് ജീവന്റെ വഴി കാണിച്ചു തന്നവനാണെങ്കിൽ, അവൻ നിന്നെ അപകടത്തിൽ നിന്ന് മാത്രമല്ല, ദുഷ്ടനാകുന്ന പിശാച് നിന്റെ ജീവിത പടകിന് നേരെ കൊണ്ടുവരുന്ന, ജീവിത യാത്രയ്ക്ക് നേരെ കൊണ്ടുവരുന്ന ഏകാന്തതകളിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ ശക്തനാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? അവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി അതുകൊണ്ട് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട പരമപ്രധാനമായ കാര്യം, അപകടങ്ങളിൽ നിന്ന് മാത്രമല്ല, ഏകാന്തതയിൽ നിന്നും എന്നെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. വീണ്ടും നോക്കി അതിന്റെ 17-ാം വാക്യത്തിൽ എന്താ പറയുന്നതെന്ന്. എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എന്റെ സങ്കടങ്ങളിൽ നിന്നെ വിടുവിക്കണമേ. അപ്പൊ നോക്കിയേ, മൂന്നാമത്തെ കാര്യം പറയുകയാണ്, ബ്രോക്കൺ ഹാർട്ട്, തകർന്ന ഹൃദയം, നുറുക്കപ്പെട്ട ഹൃദയം. ഇന്ന് രാത്രി ഒരു നിമിഷം ശ്രദ്ധിച്ചേ. ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ബ്രോക്കൺ ഹാർട്ടിന്റെ, തകർക്കപ്പെട്ട അനുഭവങ്ങൾ, തകർക്കപ്പെട്ട മനസ്സിന്റെയും ഹൃദയത്തിന്റെയും അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാത്തവരില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തതയോടുകൂടെ സംസാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, തക്ക സമയത്ത് നിനക്ക് വേണ്ടി പുതിയ വഴികളെ ഒരുക്കുന്ന, നിന്നെ സഹായിപ്പാൻ ഇറങ്ങി വരുന്ന, വിശ്വസിപ്പാൻ കൊള്ളാവുന്ന ആ ദൈവം ഇന്ന് രാത്രി പറയുന്നു, നിന്നെ അപകടത്തിൽ നിന്ന് മാത്രമല്ല, ഏകാന്തതയിൽ നിന്ന് മാത്രമല്ല, ഹൃദയ നുറുക്കത്തിന്റെ അനുഭവത്തിൽ നിന്നും ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങൾ ഉയർത്തുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി സന്തോഷത്തോടെ പറ, ഹൃദയ നുറുക്കത്തോടെ ഇരുന്ന അനുഭവങ്ങളിലൊക്കെ, കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൊക്കെ, കണ്ണുനീരിനെ കണ്ട് മറികടന്നു പോകാത്ത ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് തകർക്കപ്പെട്ട അനുഭവങ്ങളെ, അത് മാറയുടെ അനുഭവങ്ങളെ, കയ്പിന്റെ അനുഭവങ്ങളെ മധുരമുള്ളതാക്കി തീർത്ത ഒരു നല്ല കർത്താവിനെ അല്ലേ ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്നത്? ഇന്ന് രാത്രി ഒരു നിമിഷം തിരിഞ്ഞു ചിന്തിച്ചിട്ട് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നവര് പറയുക, ദുഷ്ടനാകുന്ന പിശാച് കൊണ്ടുവന്ന അപകട മേഖലയിൽ നിന്ന്, അനവധി പ്രാവശ്യം മറ്റുള്ളവരാൽ നേരിട്ട ഏകാന്തതയുടെ അനുഭവങ്ങളിൽ നിന്ന്, അനവധി പ്രാവശ്യം ഹൃദയ നുറുക്കത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന, എന്നെ പേര് ചൊല്ലി വിളിച്ച, എന്നെ രക്ഷിച്ച, എന്നെ വിടുവിച്ച എന്റെ ദൈവത്തിന്റെ നാമത്തെ ഈ രാത്രി ഞാൻ ഉയർത്തുന്നു എന്ന് ദൈവസനിൽ ഉറപ്പുള്ള തീരുമാനമുള്ള ദൈവജനം അല്പസമയം അധരങ്ങളെ തുറന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്പസമയം കരങ്ങൾ അടിച്ച് ദൈവം നൽകിയതായി കൃപയ്ക്കനുസരിച്ച് ദൈവകൃപയോടെ അല്പസമയം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ദാവീദിനെ ഏകാന്തതയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം, ശത്രുവിന്റെ അപകടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം, സ്വന്തം മക്കളുടെ അപകടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം, ഇതാ ഏകാന്തതയിൽ നിന്നും അതുപോലെ തന്നെ ഹൃദയ തകർച്ചയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ദൈവം ഇന്ന് രാത്രി വ്യക്തിപരമായി ചിലരോട് ദൂതായി വിളിച്ചു പറയുന്നു, ഏത് ജീവിതത്തിന്റെ അനുഭവത്തിൽ ഈ രാത്രി നീ ആയിരുന്നാലും നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം ഇന്ന് രാത്രി വ്യക്തിപരമായി നിന്നോട് ഇടപെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവ പൈതൽ അല്പസമയം കൂടെ അധരങ്ങളെ തുറന്ന് കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ആ ദൈവത്തിന്റെ കരം ഇന്നും കുറുതായിട്ടില്ല. ആ ദൈവത്തിന്റെ കരം ഇന്നും ചെറുതായിട്ടില്ല. ഇന്ന് രാത്രി എത്ര പേര് വീണ്ടും വിശ്വസിക്കുന്നുണ്ട്? വീണ്ടും നോക്കി അതിന്റെ 18-ാം വാക്യത്തിൽ എന്താ പറയുന്നതെന്ന്. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ, എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. 17-18 വാക്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നാലാമത്തെ വിടുതലിനെ കുറിച്ചാണ്, വിജയത്തെ കുറിച്ചാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. തന്റെ ദുഃഖങ്ങളിൽ നിന്ന് തന്നെ വിടുവിച്ച ദൈവം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരുപക്ഷെ ജീവിതത്തിൽ ചില പ്രത്യേകമായ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങളും കടന്നു പോകുന്നത്. ഒരുപക്ഷെ അപകട മേഖലകൾ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ നേരിടുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഏകാന്തത ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ശൂന്യത ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കാം.
ഒരുപക്ഷെ തകർച്ചയോടുള്ള ഹൃദയമോ മനസ്സോ ഈ രാത്രിയിൽ ഉണ്ടെന്നിരിക്കാം. ഒരുപക്ഷെ ദുഃഖത്തിന്റെ ചില പ്രത്യേക അനുഭവങ്ങൾ ഈ രാത്രി ഹൃദയത്തെ പിടിച്ചുകുലുക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു ജനനദി മുഴുവൻ ദാവീദിനെ കല്ലെറിയുവാൻ താല്പര്യപ്പെട്ടപ്പോഴും അവന്റെ ഹൃദയം ദൈവത്തിൽ ഉറച്ചിരുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ശക്തികൾ പർവ്വതം പോലെ വലുതായിരുന്നാലും പർവ്വത സമാനമായിരുന്നാലും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ അപകടങ്ങളിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവം, ഏകാന്തതയിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവം, ദുഃഖങ്ങളിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവം, ഹൃദയ വ്യഥയിൽ നിന്ന്, ഹൃദയ തകർച്ചയിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ പുറത്തു കൊണ്ടുവന്ന ദൈവം ഇന്ന് രാത്രി ചില പുതിയ കൃപകൾ നിന്റെ മൺകൂടാരത്തിൽ പകരുവാൻ ആഗ്രഹിക്കുമ്പോ ഇന്ന് രാത്രി ആ പുതിയ കൃപ എന്റെ മേലൊന്ന് പകരണമേ എന്ന് ദൈവസനെ തീരുമാനമുള്ള ദൈവജനം ഒരുമിച്ച് അല്പസമയം അധരങ്ങളെ തുറന്ന് കരങ്ങൾ അടിച്ചു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ രാത്രി ഒരു വിജയത്തിന്റെ രാത്രിയായി, ചില പ്രത്യേക മേഖലകളിൽ ദൈവിക വിടുതലിന്റെ രാത്രിയായി ഈ രാത്രി പരിണമിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമടിക്കുകയാണ്. രക്തത്താലും വചനത്താലും ഞങ്ങൾ ജയമടിക്കുക. ഈ രാത്രി മൺകൂടാരത്തിലേക്ക് അത്യന്തിക ശക്തി ഒന്ന് ഇറങ്ങട്ടെ, ഒരു ദൈവപ്രവൃത്തി ഇറങ്ങട്ടെ. ചില വിടുതലുകൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത്, വ്യക്തി ജീവിതത്തിന്മേൽ, കുടുംബത്തിന്റെ അനുഭവങ്ങളിൽ, അകത്തലങ്ങളിൽ, ഈ രാത്രി ഭയത്തോടുള്ള ബന്ധത്തിൽ, ഈ രാത്രി ഹൃദയ നുറുക്കത്തോടുള്ള ബന്ധത്തിൽ, ഏകാന്തതയോടുള്ള ബന്ധത്തിൽ, ആരോടും പറയാൻ കഴിയാത്തുള്ള ബന്ധത്തിൽ ഈ രാത്രി ഒരു വിടുതൽ സംഭവിക്കുക. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ ആത്മാവിനെ സംഭവിക്കുന്ന വിടുതൽ ഏറ്റെടുത്ത് ദൈവജനം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. സമയം പോയതുകൊണ്ട് ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1 Peter chapter 5 verse 10. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പോസ്തലനായ പത്രോസ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഈ രാത്രി അവിശ്വാസമുള്ള കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, അവിശ്വാസമുള്ള ദൈവജനമെല്ലാം കരങ്ങൾ ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, എന്റെ ദൈവം, സർവകൃപാലുവായ എന്റെ ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തി, എന്നെ ഉറപ്പിച്ച്, എന്നെ ശക്തീകരിക്കുന്ന ദൈവമാ. ആ ഉറപ്പുള്ളവർ അല്പസമയം കൂടെ അധരങ്ങളെ തുറന്ന് നമ്മുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് പറയാം, ലോകക്കാരിൽ ആശ്രയിക്കുമ്പോൾ അവരൊക്കെ ലജ്ജിച്ചു പോകുമ്പോൾ എന്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചത് കൊണ്ട് സർവകൃപാലുവായ ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ഇന്നുവരെ എന്നെ ശക്തിയോടെ നിലനിർത്തിയത് കൊണ്ട്, ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ ഉറപ്പിച്ചത് കൊണ്ട്, തക്ക സമയത്ത് അവൻ എനിക്ക് മറുപടി തരുന്നവനായതുകൊണ്ട്, അപകടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുന്നവനായതുകൊണ്ട്, അവൻ എന്നെ ഏകാന്തതയിൽ നിന്ന് വിടുവിക്കുന്നവനായതുകൊണ്ട്, ഹൃദയ നുറുക്കത്തിൽ നിന്ന് വിടുവിക്കുന്നവനായതുകൊണ്ട്, ഭയത്തിൽ നിന്ന് വിടുവിക്കുന്നവനായതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവകരങ്ങളെ ഒരിക്കലൂടെ സമർപ്പിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ തീരുമാനമുള്ളവരെ അല്പസമയം കൂടെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി നാം തിരിച്ചറിയുക, ശത്രുവാകുന്ന പിശാച് അവന്റെ മുമ്പിൽ അധിക സമയമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഏത് വിനയനെയും ദൈവമക്കളെ തെറ്റിച്ച് കളയുവാൻ പരിശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര പേരൊന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കും? കർത്താവേ, അവന്റെ അപകടങ്ങളിൽ നിന്ന്, കർത്താവേ, അവൻ കൊണ്ടുവരുന്നതാ ഏകാന്തതകളിൽ നിന്ന്, കർത്താവേ, ദുഷ്ടനാകുന്നവൻ കൊണ്ടുവരുന്ന ഹൃദയനുറുക്കത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, ഭയത്തിന്റെയും ഭീരുത്വത്തിന്റെയും അനുഭവങ്ങളിൽ നിന്ന്, ദുഃഖത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവിനാളിൽ ഒരു വിടുതൽ പ്രാപിച്ച് ദൈവത്തിനു വേണ്ടി ശക്തിയോടെ വീണ്ടും നിലനിൽക്കുവാൻ, നമ്മൾ അവസാനം കേട്ടതുപോലെ സർവകൃപാലുവായ ദൈവം തന്നെ എന്നെയും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തിയോടെ നിലനിർത്തുവാൻ ദൈവകരങ്ങളിൽ ഒരിക്കലൂടെ നമുക്ക് സമർപ്പിക്കാം. പാട്ടുകാരൻ പാടുന്നത് പോലെ, ബലം നിന്നിലുള്ള ഭാഗ്യം നിറഞ്ഞോരെന്നാണ്. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച പാട്ടുകൾ നമ്മൾ പാടി ആരാധിച്ചിട്ടുണ്ടല്ലോ. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പാടുന്നില്ല, എങ്കിലും ആ പാട്ടിന്റെ വരികൾ വളരെ ശ്രദ്ധേയമല്ലേ? ബലം നിന്നിലുള്ളോർ
ഭാഗ്യം നിറഞ്ഞോർ. ഇന്ന് രാത്രി കർത്താവിലുള്ള ബലമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. കർത്താവിലുള്ള ബലമാണ് നമ്മുടെ ജീവിത പടകിനെ മുൻപോട്ട് നയിക്കുന്നത്. ഇന്ന് രാത്രി അതുകൊണ്ട് തിരിച്ചറിയൂ, നമ്മൾ ആഗ്രഹിക്കുന്ന സഹായം ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ആ ദൈവം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവമാണ്. അവൻ നമ്മെ വിജയത്തിലേക്ക് നടത്തുന്ന ദൈവമാണ്. ദുഷ്ടന്റെ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും അവൻ ഇറങ്ങി വന്ന് നമ്മെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ കരത്തിൽ, സർവകൃപാലുവായ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരിക്കലൂടെ യഥാസ്ഥാനപ്പെടുവാൻ, ഉറപ്പോടെ ശക്തിയോടെ നിലനിൽക്കുവാൻ, അവന്റെ കൈക്കീഴിൽ താണിരിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവജനം ഒരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കട്ടെ. നമ്മൾ ഒരുമിച്ചൊന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുക. ഒരു നിമിഷം ആ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർന്നിരിക്കട്ടെ. ഒരു അഭിഷേക തൈലം ആ കരങ്ങളിൽ മേലൊന്ന് വീഴട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങയുടെ പാദപീഠത്തിൽ അടുത്തു വരുന്നു. ഇത്രത്തോളം സമയം തിരുവചനത്തിന് മുൻപാകെ ഞങ്ങൾക്കായിരിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം, ഞങ്ങൾ ഉയർത്തുന്ന ദൈവം ഞങ്ങൾക്ക് തക്ക സമയത്ത് സഹായിക്കാൻ കഴിവുള്ള ദൈവമാണല്ലോ. അങ്ങ് വിശ്വസിപ്പാൻ കൊള്ളാവുന്ന ദൈവമാണല്ലോ. അപകടങ്ങളിൽ നിന്ന്, ഏകാന്തതയിൽ നിന്ന്, ഹൃദയ തകർച്ചയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ഭാരത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണല്ലോ. ഈ പുതുവർഷത്തിന്റെ 2ാം മാസത്തിൽ ഒരിക്കലൂടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സർവകൃപാലുവായ ദൈവത്തിന്റെ കരങ്ങളിൽ അടിയങ്ങളെ വീണ്ടും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട അങ്ങയുടെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമാക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് now let me invite Brother Roshan Thomas to sing an English song, Shine Jesus Shine. Praise the Lord. As we all prepare our hearts to worship, let's all close our eyes, praise His holy name, and sing the song together, Shine Jesus Shine. Lord, the light of your love is shining in the midst of the darkness, shining. Jesus, light of the world, shine upon us, set us free by the truth you now bring us. Shine on me, shine on me, shine Jesus shine, fill this land with the Father's glory. Spirit, please set our hearts on fire. Flow, river, flow, flood the nations with grace and mercy. Send forth your word, Lord, and let there be light. Lord, I come to your awesome presence, from the shadows into your radiance. By the blood I may enter your brightness. Search me, try me, consume all my darkness. Shine on me, shine on me, shine Jesus shine, fill this land with the Father's glory. Blaze, Spirit blaze, set our hearts on fire. Flow,
shine. Fill this land with the Father's glory. Blaze, Spirit, blaze. Set our hearts on fire. Flow, river, flow. Flood the nation with grace and mercy. Send forth your word, Lord, and let there be light. Lord, and let there be light. Thank you, Roshan, for your wonderful hymn. May God bless you. Now we will have the English message. Our dear brother Raju Cherian will deliver the message. Praise the Lord. Today, I want to share specifically to children. So I request all the kids to be close to the monitor so that you can listen to me. Are you ready now? Okay. It has been almost 11 months. All of you are at home and having your e-classes. Because of this, you do not have any physical activities. Like earlier, you used to go to school, you can run about. Now you are sitting at home. No physical activities. Even they are not allowing you to go down to play. So because of that, and you are stuck in front of the electronic gadgets. And the most important thing is about the WWW. What is that? World Wide Web. Just now, Pastor was telling about in Psalms 25, verse 15, snare. In Malayalam, it says web or net. So we see WWW, the World Wide Web. Recently, I was watching the Animal Kingdom, and in that I was seeing the wild spider, how it was making a net. It spews the saliva from one tree to another tree, and it travels on that and makes a big net. And bigger than that, some dragonflies come and get stuck in that net. And this spider is always on the net waiting for any prey to get caught of it. And immediately what happens? The spider rushes to that place where the prey has got caught, and it spews more of the saliva on it, and like a cling foil, like how you pack the suitcase in the airport. It makes a covering completely so that it cannot fly, and that dragonfly is a trap. So like that, in your gadgets, now we are forced to do your e-learning. So when you are doing e-learning, it is very good. Now we are in the e-service. We are going to have e-anniversary. So the net is very helpful, but at the same time, we can, if we give a foothold to Satan, it can be a trap. Once if you are trapped, then to escape from it, it's very, very difficult. Many times what we think is nobody is watching us. And we are sitting inside a room, so four walls are there, and we have closed the door, so nobody is watching. Sometimes late night, we say to our parents that we are studying, and we go into net and do whatever we want. Sometimes we get addicted to some games, some unwanted sites. All these things happen. But I wanted to warn you people, our Lord's eye is there in your room. See, now I'm sitting in my house, but I'm in your room.
Even the doors are closed. I'm inside. How is this? It is possible, no? So like that, God's eye is there. So he's watching you, what you are doing. When we turn to Psalms 139, it says, David, the psalmist is talking about, if I say, surely the darkness will hide me, and the light become night around you. Light become night around me. So he first thought the darkness can hide, and the light becomes night around me. That's what David thought about initially. Like that, what we think, what we are for the past 11 months, we were playing with these gadgets, and nobody is knowing what we are doing. But God knows each and everything. He knows your intention, your attitudes, everything. So in the 12th verse, after realization, Psalms 139, verse 12, David is telling it again, even the darkness will not be dark to you. He's telling to God, even the darkness will not be dark to you. The night will shine like the day, for darkness is as light to you. Darkness will be light to the Lord. So you cannot hide. If you go through the beginning from 139, it's said a lot about that. So you cannot escape from Lord's eye. When we make mistake, we don't do in presence of our parents. We try to hide from them and then do it. So, but God's presence is there everywhere. You cannot hide from Him. So, what do we understand? There is any hope for us to come out? You have sometimes, I don't know who is struggling from this issue, but God wants us to warn everyone, if you have already caught, or if somebody is still on the verge, please, it's a time to come out. How to come out? Recently, my daughter Lydia was walking through Riga Road. You know Riga Road, that is near Al Ghurair. It's a very busy place where DSF programs and all are conducted. And in that pavements, there are many places now they have erected police cameras. And in that camera, below that pole, there is a button, like how we go near the pedestrian to cross, you press a button, then the light blinks, and then you walk. You know that button. Like that, under that camera pole, there is a button saying SOS. You know what is the meaning of SOS? Save our soul. So if you are in trouble, you have to just press that button. When you press the button, what will happen? Immediately police are alerted and they will reach to that spot at once. Already they are on the rounds over there, and immediately they will know which place you are there, and they will reach. So that button is on that. If you come, I don't know, in many other places also they must have erected it. It is called SOS. So in the Bible, there is a verse called SOS. You know, save our soul. Please, if you have not known that, please make it a note. 1 John 1:9. What it says, let's see. Okay, I will read it for you. You make a note. 1 John 1:9. Save our soul. If we confess our sin, He is faithful and just and will forgive us our sins and purify us from all unrighteousness. What a blessing for us. When we press this button, that is when we confess. The first action, like how we have to press the button, only if you press the button, the police will be alerted that your soul should be saved. So like that, when we confess, only things happen. If you don't confess, if you don't apply this verse, you will be stuck in that itself. If you wanted to come out,
please confess this verse. What? That there is a deliverance. If you go confess what depth you are caught in the web, God will help you out. He is faithful. God is faithful and just and will forgive our sins and purify us from all unrighteousness. God is always standing with the open arms to you. May be filled with, see, for example, when we have small kids, they make a mess. And if the babies are so small with the pampers, and if they made all the unwanted things and make a mess and come also, will the mother say, no, 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 you made a mess, go clean yourself and come? No. Mamas will go carry them and see to that they don't make no more mess. So they will take them and clean it and bring it and dress up. They don't beat the babies. Like that, if you are in trouble, just press this button, SOS. Remember, He is faithful and just to forgive. You have to just confess where you are, and all unrighteousness will be cleared and your board will be clean. So let us pray now, and along with me, if you wanted to join, you can pray and ask God's forgiveness. Our loving Heavenly Father, Lord, we submit all our kids in your hands, oh Lord. They are forced to go to this net, oh Master. Lord, let them not be a trap, oh Master. Give them the grace to handle the net, oh Lord. Hallelujah. Thank you, Master. They have to do their studies in this net, oh Master. At the same time, they should be very careful, oh Lord. Give them the grace, oh Lord. Amen. If now somebody who's in trap, oh Lord, who's praying along with me, Lord, we press the SOS button, oh Lord. Amen. We confess to you, Master, and you are just and faithful, and you will cover all our sins, oh Master, and make us pure from all unrighteousness. Thank you, Lord. We give all the glory and honor to you. In Jesus' wonderful name we pray. Amen. Amen. Thank you, Raju brother, for your wonderful and encouraging message. May God bless you.